നമസ്കാരമുണ്ട്. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖം തന്നെയല്ലേ? അപ്പൊ ഇന്ന് ഇവിടെ 4 മണിയാണ് കേട്ടോ സമയം. അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു അടിപൊളി ഒരു സ്ഥലത്തേക്ക്, അതായത് ഇതുവരെ അസർബൈജാനിലും ആരും കാണാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതിന്റെ പേരാണ് ഗുർഗുർ വില്ലേജ്. ഓക്കെ, ഗുർഗുർ വില്ലേജ്. അവിടെ അടിപൊളി ഒരു വാട്ടർഫാൾ ഉണ്ട്. അത് ഫ്രോസൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങളൊരു 5 പേരുണ്ട്, എല്ലാവരും കൂടിയിട്ട് തകർക്കുകയാണ്. ഒന്നും നോക്കാല. അപ്പൊ നമ്മള് വെച്ച് കിച്ചല്ലേ പോലെ. അപ്പൊ നിങ്ങളും വന്നോളൂട്ടാ, ഒന്നും നോക്കണ്ട, പോന്നോളൂ. അത്ര തുടങ്ങണൊക്കെ മുന്നേ നമ്മുടെ മാപ്പൊക്കെ സെറ്റാക്കി. ടെമ്പറേച്ചർ 0 ഡിഗ്രി ആണ്. ഇവിടുന്ന് 216 കിലോമീറ്റർ ഉണ്ട്. 3 മണിക്കൂറും 10 മിനിറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്നും നോക്കാലോ, വെച്ച് പിടിക്കാനുണ്ട്. സമയം 6:50 പൂർണ്ണചന്ദ്രൻ നമുക്ക് വഴികാട്ടിയായിട്ട് ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. കാണണല്ലേ, അടിപൊളി. വണ്ടി നിർത്തിയൊന്നും എല്ലാരും ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ കൂബ എത്തിന്നാണ് കാണിക്കണടാ, അല്ല കൂബ. അപ്പൊ ഒന്ന് ഇറങ്ങി എല്ലാരും. ഇപ്പൊ തണുപ്പായി. 7 മണി ആയിട്ടാ. ഇപ്പോഴും നമുക്ക് ചന്ദ്രൻ വഴി കാട്ടിക്കൊണ്ടിരിക്കുക. ആര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്? ദിവാകരൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരെ വെയിറ്റ് ചെയ്യുന്നത് പറഞ്ഞു. അതന്നെ സൂപ്പർ. Only sitting in car, not going outside. ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ ഒന്ന് ചാടി ഇറങ്ങി. കണ്ടാ, പഞ്ഞിയാണ് കേട്ടോ, പഞ്ഞി. അപ്പൊ ഇവിടുന്ന് ഞങ്ങള് കുറച്ച് വില്ലകളുടെ വ്യൂസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിർത്തിയത് കേട്ടോ വണ്ടി. കാരണം എന്താ വെച്ചാല് ഇവിടെ ഫുള്ള് വീടുകളിലെ വ്യൂ കിട്ടുന്നുണ്ട്. കണ്ടാ, എന്ത് രസമല്ലേ. അവിടെ സൂര്യൻ ഉദിച്ചു വരണുള്ളൂ. സമയം 7:30 ആയി, പക്ഷേ സൂര്യൻ ഉദിച്ചു വരണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിൽ കാണുന്ന ഒരു സീൻ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയെന്നുള്ളൂ. കുറച്ചുകൂടി മുകളിലേക്ക് പോകാനുണ്ട്. നല്ല വ്യൂ അല്ലേ. എൻ്റെ ആ കാണുന്ന സൈഡിലൊക്കെ മലകളൊക്കെ ഫുള്ള് വെള്ളയാണ്. ഇതവിടെ കണ്ട വീടുകളുടെ മുകളിലൊക്കെ വെള്ളയാണ്. ഇതുണ്ടോ, ഇത് കണ്ടോ അടിയിൽ പഞ്ഞിക്കട്ടാണ്, പഞ്ഞിക്കട്ട്. ഈ കാണുന്ന മരങ്ങളുടെ മുകളിലൊക്കെ പഞ്ഞി പോലെ എടുക്കുകയാണ് കേട്ടോ, സ്നോ. ഞങ്ങളിത് വെറുതെ നിർത്തിയതാണ്, ഒരു സീൻ കണ്ടപ്പോ നിർത്തിയതാണ്. ഇത് എല്ലായിടത്തും ഇതുപോലെ കേട്ടാ. മൈ ഗോഡ്, കണ്ട ഐസ് കണ്ടപ്പോ ഓരോരുത്തരുടെ സന്തോഷം കണ്ട. വെറുതെ ഒന്നിങ്ങനെ നടക്കാട്ടാ. വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയും വൈബാണ്. ബാക്കിൽ സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ ആ ഒരു ഫീലിങ്ങും, പിന്നെ 2 സൈഡിലും മഞ്ഞും, എന്താ പറയാ, നല്ല കിടിലം വൈബ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ -12 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ മൊബൈലിലും ഒക്കെയിലും. എന്താ ഇത് കണ്ട, പഞ്ഞിക്കെട്ടാണ്, പഞ്ഞിക്കെട്ട് എല്ലാം. എല്ലാരും എൻജോയ്മെന്റ്. അപ്പൊ അങ്ങനെ ഇപ്പൊ പറയാ. അപ്പൊ ഞങ്ങള് രാവിലത്തെ ആ ഒരു സീൻ കണ്ട് ഇനിയിപ്പോ ഞങ്ങളിനി ചായ ഉണ്ടാക്കണം. അതിനുള്ള വെള്ളം മേടിക്കണം. വെള്ളം മേടിച്ചിട്ട് വേണം ചായ ഉണ്ടാക്കാൻ.
-12 എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് ഇവിടെ വണ്ടി നിർത്തിയിട്ട് അത് അടി ഫ്രഷ് സാധനം വന്നിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതന്നെ ബ്രെഡൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ കടകളിൽ. ഇത്രയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ്. നോക്കി നോക്കാം. വിലക്കുള്ള ഭക്ഷണം എന്താ ഈ ഗ്രോസറിയിൽ നിന്നാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്, ചുറ്റിലും മഞ്ഞാണ്. ഗ്രീസിലേക്ക് തിരിയാൻ പാട്ടത് വില്ലേജിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. കൂബയിൽ നിന്ന് ഇങ്ങനെ വന്ന് ഷദാഗിലേക്ക് പോണ വഴിയിൽ നിന്ന് ലെഫ്റ്റ് ഗിരിസ് QRIZ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചായ കുടിക്കാൻ തിരിച്ച്, ചായ കുടിക്കാനല്ല പെണ്ണും കാര്യങ്ങളും കഴിക്കാൻ വെച്ച്. അടു തായു ചെറുതേ എങ്ങനെയുണ്ട്? ഓ ഒരു രക്ഷയില്ലാണ്ടാ തണുപ്പ്. നമ്മള് ചായ ഉണ്ടാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് എല്ലാം സെറ്റാക്കിയതായിരുന്നു. പക്ഷെ 5 മിനിറ്റ് നിൽക്കുമ്പോഴേക്കും കൈയൊക്കെ വേദനിച്ച് നിൽക്കാൻ വയ്യ. ഭയങ്കര ഫ്രോസൺ ആയില്ല. -12 ഇപ്പൊ നമ്മുടെ ഡിഗ്രി. അപ്പൊ ഒരു രക്ഷയില്ല. അപ്പൊ എന്തായാലും നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹൗ മെനി കിലോമീറ്റർ ബാലൻസ്? 32 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഗിരീസ് വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഗുർഗുർ വാട്ടർഫാള്. ഇത് നമ്മളിങ്ങനെ തപ്പി ഇവിടുത്തെ ഒരു ലോക്കലിനെ കണ്ടപ്പോൾ ആളിങ്ങനെ പറഞ്ഞു ഇതുപോലെ ഒരു കിടിലൻ സ്ഥലമുണ്ട്, ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്, നിങ്ങളൊന്ന് പോയി കാണുക എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ഥലം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആൾ കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റിലാണ് എല്ലാവരും പോന്നിരിക്കുന്നത്. ഞങ്ങളുടെ ആയിരിക്കുന്ന ആളുണ്ടല്ലോ ശരത്ത്, അവന് ഇടയ്ക്കൊരു സംഭവം ഉണ്ട്. ഇടയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ വരണോ ഈ ഫോട്ടോ കണ്ടപ്പോ ആൾക്ക് സംഭവം പൊളിയാന്ന് പറഞ്ഞു, ഒന്നും പോരാന്നും പറഞ്ഞു. അങ്ങനെ എല്ലാം സെറ്റാക്കി ഇപ്പൊ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 35 കിലോമീറ്റർ കൂടി ഉള്ളതെന്ന് പറഞ്ഞത്. എന്തൊരു മനോഹരമായ കാഴ്ചയാണോ! ഫുള്ള് ഇത് കാട കണ്ട. കണ്ടില്ല മക്കളെ, അയ്യോ എന്റെ പൊന്നോ, എന്താ അതിന്റെ ഒരു സീൻ നോക്കിയേ. അത് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു. എടാ അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരെ എന്താ പറയാ,
ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. പോക്കിൽ ചെറുതായിട്ടൊരു വെള്ളം പോണ സ്ഥലം കണ്ടു. അപ്പോൾ നിർത്തിയിട്ടാ ഇറങ്ങണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ഡീപ്പാ. ഒരു ഐസ് കോരുന്ന ആളാന്ന് തോന്നുന്നു. ഒരാളിപ്പോൾ കാണാണ്ട്, അയാൾ ഐസ് കോരാൻ വേണ്ടി വന്നിരിക്കാന്നുള്ളു. ചെറിയൊരു അംശം കാണാണ്ട് അവിടെ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ വണ്ടി മൂവ് ചെയ്യണില്ല. അപ്പോൾ വണ്ടി തീരെ നീങ്ങണില്ല, സ്കിഡായിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട ഇവിടെയൊക്കെ തിരിച്ചു പോരുക, ഒരു രക്ഷയില്ല. പിന്നെ ലേശം മുന്നോട്ട് പോകുന്നുണ്ട്. ഇല്ലില്ല, കയറ്റം കയറി കഴിഞ്ഞ പ്രശ്നമാവും. ബുർദ നോട്ട് ഗുഡ്, റിട്ടേൺ ബാക്ക്. നോ Cruising down the highway, windows down low. Sunset paints the sky in a fiery glow. Mountains rise up, touching clouds above. Valleys below, filled with whispers of love. On this road, every scene's a delight. From sunrise to starlight, day to night. So grand. ഭയങ്കര സ്ലിപ്പറി ആയിട്ട റോഡ് എന്താ, പിടിച്ചാൽ കിട്ടണില്ല. ഉണ്ടാകണ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ വണ്ടി എന്തായാലും ഇനി മുകളിലേക്ക് പോകണില്ല. അപ്പോൾ ഇവിടെ ചൂടാ, ഇവിടെ വെയിലുണ്ടാ, പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇവിടെ ചായ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇവിടെ ഒരു വില്ലേജിലേക്ക് ഒന്ന് പോകാനുള്ള പരിപാടിയിലാണ്. നോക്കി നോക്കാം പറ്റുമോ എന്നുള്ളത്. ഒരു വില്ലേജിലേക്ക് മെല്ലെ നടന്നു നോക്കി നോക്കണം കേട്ടോ. നിഷ്കളങ്കരായിട്ടുള്ള കുറച്ച് ഗ്രാമവാസികളോടൊപ്പമുള്ള യാത്ര അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാത്ത പുതുക്കാഴ്ച എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവിതത്തിൽ വളരെയധികം സന്തോഷം കിട്ടിയ ഒരു ദിവസമായിരുന്നു. അപ്പൊ അടുത്ത എപ്പിസോഡ് എന്തായാലും നിങ്ങൾ കാണാത്ത